പുതിയൊരു പദ്ധതിയുമായി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. എന്നിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് നിങ്ങളെ സമീപിക്കണം, എന്നിട്ട് ഈ പദ്ധതിക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ തരും, അവർ തന്നോടത് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു. പക്ഷേ അങ്ങനെ ആ പദ്ധതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് പോലും കേന്ദ്രത്തിൽ നിന്ന്, റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് അങ്ങനെ ഒരു അനുമതി കിട്ടിയിട്ടില്ല. അതായത് ഈ ശ്രീധരൻ ഇടപെട്ടിട്ടും അതിനകത്ത് അനുമതി കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹവുമായി കൂടിയാലോചിക്കാതെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ അതിലുള്ള അതൃപ്തിയാണോ അദ്ദേഹം പ്രകടമാക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല. അദ്ദേഹത്തിന്റെ വരികൾക്കിടയിൽ കൂടി പോലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം തുറന്നങ്ങ് സംസാരിക്കുമ്പോൾ അത് ആ വാചകങ്ങൾക്കിടയിൽ ചില അതൃപ്തികൾ കാണാൻ കഴിയുന്നുണ്ട്. കാരണം സർക്കാർ തന്നോട് ചോദിച്ചിട്ടില്ല, താനുമായി ബന്ധപ്പെട്ടിട്ടില്ല, എന്താണിത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല എന്ന തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നതിനപ്പുറം അത് എങ്ങനെ അത് മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിന്റെ വേഗത കാര്യം ചോദിച്ചത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്ന സമയത്ത് അതിനകത്ത് പറഞ്ഞിരുന്നത് 160 കിലോമീറ്റർ വരെ വേഗതയിൽ പോകും എന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ അത്രയും വേഗത എന്ന് പറയുന്നത് പോലും കേരളത്തിനൊരു വലിയ അത്ഭുതമായിട്ട് തോന്നും എന്ന് കരുതാൻ വയ്യ. കാരണം നമ്മളെ പല ട്രെയിനുകളും നല്ല വേഗതയിലാണ് ഇപ്പോൾ തന്നെ ഓടുന്നത്. അതിവേഗ ട്രെയിൻ കേരളയിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിലും വേഗത്തിൽ യാത്ര ചെയ്യാമായിരുന്നു. ഇനി സ്റ്റോപ്പുകൾ കുറച്ചുകൊണ്ട് വേഗത്തിൽ യാത്ര ചെയ്ത് അവിടെ എത്താം എന്നുള്ളതാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടായിട്ടില്ല. അത് ഒന്നുകിൽ സംസ്ഥാന സർക്കാർ അതിനകത്ത് ഒരു വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ ഈ DPR തയ്യാറാക്കാൻ വേണ്ടിയുള്ള കടമ്പകളിലേക്ക് കടന്നിട്ടില്ല. കൂടിയാലോചനകൾക്ക് വേണ്ടി ഗതാഗത വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ നിയമസഭയുടെ തിരക്ക് കാരണമാണ് ഗതാഗത വകുപ്പ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാതിരുന്നത്. വരും ദിവസങ്ങളിൽ ഗതാഗത വകുപ്പ് ഇതിന്റെ കൂടിയാലോചനകൾക്കായി ഡൽഹിയിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നു എന്നും അറിയിച്ചിട്ടുണ്ട്.